ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരള സാമൂഹ്യക്ഷേമ പദ്ധതികളെ കുറിച്ചിട്ടാണ്. ആദ്യത്തേത് അഭയ. അഭയ എന്ന് പറഞ്ഞാൽ നിർധനരായ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന ഒരു പദ്ധതിയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികൾ വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. എല്ലാ ആശുപത്രിയിലും ഇല്ല, എല്ലാ സർക്കാർ ആശുപത്രികളിലും ഇല്ല. കുറച്ച് ആശുപത്രികൾ അവർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അവിടെയുള്ള രോഗികൾക്ക് ആണ് അവരെന്ത് ചെയ്യുക, ഉച്ചഭക്ഷണം നൽകുന്നത് കേട്ടോ. അതാണ് അഭയ. പിന്നുള്ളത് അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം എന്ന് പറഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ്. എല്ലാ രോഗങ്ങൾക്കും അല്ല, ജീവിതശൈലി രോഗങ്ങൾക്കാണ് കേട്ടോ. അത്തരം ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും അതേപോലെ അതിന് രോഗം നിർണയിച്ച് രോഗം ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. അടുത്തത് അഭയകിരണം. അഭയകിരണം എന്ന് പറഞ്ഞാൽ അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. വിധവകളെ സംരക്ഷിക്കുന്നവർക്കാണ് കേട്ടോ, വിധവകൾക്കല്ല. വിധവകളെ, അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്കാണ് പ്രതിമാസം 1000 രൂപയാണ് ധനസഹായം നൽകുന്നത്. അതിൻ്റെ പേര് അഭയകിരണമാണ്. നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചിരുന്നു, അത് അഭയമാണ് കേട്ടോ, മാറിപ്പോരുത്. ഒന്ന് അഭയം, ഒന്ന് അഭയകിരണം. അഭയ എന്ന് പറഞ്ഞാൽ ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് കേട്ടോ, ആശുപത്രികളിൽ ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ്. അഭയകിരണം പറഞ്ഞാൽ വിധവകൾക്ക് സംരക്ഷിക്കുന്നവർക്ക് 1000 രൂപ നൽകുന്ന സഹായം കേട്ടോ, ധനസഹായം. അടുത്തത് ആർദ്രം. ആർദ്രം എന്ന് പറഞ്ഞാൽ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനുള്ള ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുന്ന പദ്ധതി കേട്ടോ. ഇത് ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം. അത് വെച്ചാൽ നല്ല ചികിത്സാ സൗകര്യങ്ങളും ആ ചികിത്സാ സൗകര്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരുപാട് പൈസയാവാതെ മിതമായ നിരക്കിൽ നല്ല ചികിത്സ നൽകുന്ന ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം കേട്ടോ. അടുത്തത് താലോലം. താലോലം എന്ന് പറഞ്ഞാൽ 18 വയസ്സിനു താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, നാഡീരോഗങ്ങൾ, സെറിബ്രൽ പാൾസി, ഓട്ടിസം, അസ്ഥിവൈകല്യങ്ങൾ എന്നിവയ്ക്കും എൻഡോസൾഫാൻ രോഗബാധിതർക്കും ഡയാലിസിസ് ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സാ ചെലവ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് താലോലം. താലോലം എത്ര വയസ്സ് വരെ താഴെയുള്ള കുട്ടികൾക്ക് മാത്രമാണ്? 18 വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രം കേട്ടോ. എന്തൊക്കെ സൂക്കേടാണ്? ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, നാഡീരോഗങ്ങൾ, സെറിബ്രൽ പാൾസി, ഓട്ടിസം, അതേപോലെ അസ്ഥിവൈകല്യങ്ങൾ എന്നിവയ്ക്കും അതേപോലെ എൻഡോസൾഫാൻ രോഗബാധിതർക്കും ഡയാലിസിസ് അതുപോലെ ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സാ ചെലവ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് താലോലം. അടുത്തത് ശ്രുതി തരംഗം. ശ്രുതി തരംഗം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നമുക്ക് ചെവിയായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കും അല്ലേ. അത് 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കാട്ടോ. ശ്രവണ വൈകല്യമുള്ള 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സമ്പൂർണ്ണ കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ ശ്രവണശേഷി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതിയാണ് ശ്രുതി തരംഗം. അത് കോക്ലിയർ ഇംപ്ലാന്റേഷൻ വഴി അവരുടെ കേൾവി ശരിയാക്കി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ശ്രുതി തരംഗം. എത്ര വരെയുള്ള? 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് മാത്രമാണ് കേട്ടോ. അടുത്തത് ശുഭയാത്ര. ശുഭയാത്ര എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിയുള്ളവർക്ക് ഹൈടെക് സൗകര്യമുള്ള വീൽ ചെയർ നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ശുഭയാത്ര. അടുത്തത് വയോമധുരം. വയോമധുരം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രമേഹ രോഗികൾക്കുള്ളതായിരിക്കും മനസ്സിലാക്കാറില്ലേ. മധുരം എന്നൊക്കെ പറയുമ്പോൾ ഷുഗറായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. BPL വിഭാഗക്കാരായ പ്രമേഹ രോഗികളായ വയോധികർക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് വയോമധുരം. വയോമധുരം പറഞ്ഞാൽ ഗ്ലൂക്കോമീറ്റർ സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതിയാണ് കേട്ടോ. ആർക്ക്? BPL വിഭാഗക്കാരായ പ്രമേഹ രോഗികളായ വയോധികർക്ക് കേട്ടോ. BPL വിഭാഗത്തിലുള്ളതായിരിക്കണം, അവർക്ക് പ്രമേഹ രോഗം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായിട്ട് നൽകുന്ന സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് വയോമധുരം. മിഠായി എന്ന് പറയുമ്പോഴും അതുതന്നെയാണ്, പ്രമേഹ രോഗികൾക്ക് തന്നെയായിരിക്കും അല്ലേ. അത് 18 വയസ്സിന് താഴെയുള്ള പ്രമേഹ രോഗികളായ കുട്ടികൾക്ക്
സൗജന്യ ചികിത്സാ പദ്ധതി. മിഠായിക്ക് സാധാരണ കുട്ടികളാണല്ലോ തിന്നുന്നത്. അപ്പോൾ 18 വയസ്സിന് താഴെയുള്ളവർക്കാണ് ഈ മിഠായി പദ്ധതി. വയോമധുരം എന്ന് പറഞ്ഞാൽ വയോധികർക്കാണ് വയോധികർക്കാണ്. അത് BPL വിഭാഗം എന്നും കൂടി ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇത് ചികിത്സാ പദ്ധതിയാണ്. മറ്റേത് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ്. അടുത്തത് മൃതസഞ്ജീവനി പറഞ്ഞാൽ മസ്തിഷ്ക മരണം സംഭവിച്ചിട്ടുള്ളവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി. മസ്തിഷ്ക മരണം സംഭവിച്ചിട്ടുള്ളവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി. അടുത്തത് നോക്കാം, നിരാമയ ആരോഗ്യ ഇൻഷുറൻസ്. അതായത് ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിവൈകല്യം തുടങ്ങിയ രോഗാവസ്ഥയിലുള്ളവർക്ക് 1 ലക്ഷം രൂപയുടെ കവറേജ് നൽകുന്ന ഇൻഷുറൻസ് പദ്ധതി. അതൊരു ഇൻഷുറൻസ് പദ്ധതിയാണ്. എത്ര വരെയാണ് ഇതിൽ കവറേജ് നൽകുന്നത്? 1 ലക്ഷം രൂപ വരെ അവർ തരുന്നുണ്ട്. ഏതൊക്കെ രോഗമാണ്? ഓട്ടിസം, സെറിബ്രൽ പാൾസി, അതേപോലെ ഉള്ളവർക്ക് കേട്ടോ. എന്താ അതിൻ്റെ പേരെന്താ? നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് കേട്ടോ. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് ഒന്നുകൂടെ പറയാം. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിവൈകല്യം തുടങ്ങിയ രോഗാവസ്ഥയിലുള്ളവർക്ക് 1 ലക്ഷം രൂപയുടെ കവറേജ് നൽകുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ്. അടുത്തത് നിർഭയ പദ്ധതി. നിർഭയ പറഞ്ഞാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള പദ്ധതിയാണിത്. അതായത് പ്രതിരോധം, സംരക്ഷണം, നിയമ നടത്തിപ്പ്, പുനരധിവാസം, ഏകീകരണം എന്നിങ്ങനെ 4 പ്രധാന മേഖലകളിൽ ഇതുവഴി സർക്കാർ ഇടപെടും. അപ്പം നിർഭയ പറഞ്ഞാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള ഒരു പദ്ധതിയാണ് നിർഭയ പദ്ധതി. ഭയമില്ലാതെ നടക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കും അതേപോലെ സ്ത്രീകൾക്കും. അപ്പോൾ ഏതൊക്കെ 4 രീതിയിലാണ് സർക്കാർ ഇടപെടുക? പ്രതിരോധം, അതേപോലെ അവർക്ക് വേണ്ട സംരക്ഷണം, അവർക്ക് വേണ്ട നിയമ നടപടികളൊക്കെ ചെയ്യാനുള്ളത്, അതേപോലെ അവരെ പുനരധിവസിക്കേണ്ടവരാണെങ്കിൽ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചേർന്ന് കൊടുക്കുക. ഇതൊക്കെ ചെയ്ത് തരും. അതിലൊക്കെ സർക്കാർ ഇടപെടുമെന്നാണ് പറയുന്നത്. അടുത്തത് തൂവൽ സ്പർശം. അതും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് കേട്ടോ. അപ്പോൾ നിർഭയ പദ്ധതിയും തൂവൽ സ്പർശവും എന്താണ്? സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. നിർഭയ പദ്ധതിയും തൂവൽ സ്പർശവും. അടുത്തത് മന്ദഹാസം. മന്ദഹാസം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ചിരിക്കുക. അപ്പം പല്ലായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് അറിയാലോ അല്ലെ. വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തം നൽകുന്നതിനുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് മന്ദഹാസം. അതായത് കൃത്രിമ പല്ല് നൽകുക, കൃത്രിമ ദന്തം നൽകുന്നതിനുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് മന്ദഹാസം. താലം നമ്മൾ പറഞ്ഞതാണ്. അടുത്തത് ഗ്രീൻ ബെൽറ്റ്. ഗ്രീൻ ബെൽറ്റ് പറഞ്ഞാൽ കൊളസ്ട്രോൾ ഇല്ലാതാക്കി ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനായി പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തി കുടുംബശ്രീ തയ്യാറാക്കുന്ന ബൗളാണ് ഗ്രീൻ ബെൽറ്റ്. അതായത് കൊളസ്ട്രോളിന് വേണ്ടിയിട്ട്, കൊളസ്ട്രോൾ ഇല്ലാതെയാക്കിയിട്ട് ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത് ആര് നടത്തുന്നതാണ്? കുടുംബശ്രീയുടെ വകയുള്ളതാണ് ഈ ഗ്രീൻ ബെൽറ്റ് കേട്ടോ. അടുത്തത് കാരുണ്യ പദ്ധതി. ക്യാൻസർ, ഹാർട്ട്, അതേപോലെ വൃക്കയ്ക്ക് ഹീമോഫീലിയ. ക്യാൻസർ, ഹൃദയരോഗം, അതേപോലെ വൃക്കരോഗം, ഹീമോഫീലിയ. ക്യാൻസർ, ഹൃദയരോഗം, വൃക്കരോഗം, ഹീമോഫീലിയ. മാർക്ക് പോകരുത്, 4 തരും. എന്നിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് മാറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പം നോക്ക്, കാരുണ്യ പദ്ധതിയിൽ ഏതൊക്കെ രോഗങ്ങളാണ്? ക്യാൻസർ, ഹൃദയരോഗം, വൃക്കരോഗം, ഹീമോഫീലിയ ആണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ട പൈസ, ഈ സാമ്പത്തിക സഹായത്തിനുള്ള തുക കണ്ടെത്തുന്നത് എങ്ങനെയാണ്? കാരുണ്യ ലോട്ടറിയിലൂടെയാണ് കേട്ടോ. അതറിയാമല്ലോ. പിന്നെ അടുത്തത് വിമുക്തി. വിമുക്തി പറയുമ്പോൾ തന്നെ ലഹരി, മയക്കുമരുന്ന് എന്നൊക്കെ മുക്തി നേടാൻ വേണ്ടിയിട്ടുള്ളതെന്ന് ഓർത്ത് വയ്ക്കാം. എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ലഹരി, മയക്കുമരുന്ന് വർജന ബോധവൽക്കരണ പരിപാടിയാണ് വിമുക്തി കേട്ടോ. എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ലഹരി, മയക്കുമരുന്ന് വർജന ബോധവൽക്കരണ പരിപാടിയാണ് വിമുക്തി. അടുത്തത് വെർച്വൽ ലൂപ്പ് പദ്ധതി. വെർച്വൽ ലൂപ്പ് പദ്ധതി പറഞ്ഞാൽ കവലകളിൽ രഹസ്യ ക്യാമറകൾ സ്ഥാപിച്ച് ഗതാഗത നിയമലംഘനങ്ങൾ പകർത്താനുള്ള കേരള ഗതാഗത വകുപ്പിന്റെ പദ്ധതിയാണ് വെർച്വൽ ലൂപ്പ് പദ്ധതി. അതായത് അവർ ക്യാമറ ഇതാക്കിയിട്ട് ആരെങ്കിലും ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്
കേരള ഗതാഗത വകുപ്പിൻ്റെ പദ്ധതിയാണ് വെർച്വൽ ലൂപ്പ് പദ്ധതി. അടുത്തത് വയോമിത്രം. വയോമിത്രം എന്ന് പറഞ്ഞാൽ എന്താ? വയോജനങ്ങളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ശ്രമമാണ് വയോമിത്രം പദ്ധതി. സാമൂഹിക നീതി വകുപ്പാണിത് നടപ്പിലാക്കുന്നത്. വയോമിത്രം എന്ന് പറഞ്ഞാൽ വയസ്സായവർക്ക് ഒരു മിത്രമെന്ന് അങ്ങനെ ഓർത്തു വെച്ചാൽ അവർക്ക് അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്തുന്ന ഒരാൾ, അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി, അതാണ് വയോമിത്രം പദ്ധതി. അപ്പോൾ വയോമധുരം പറഞ്ഞ വയോധികർക്ക്, BPL കാരായിരിക്കണം, വയോധികരായിരിക്കണം, അവർക്ക് ഗ്ലൂക്കോമീറ്റർ നൽകുന്നതാണ് വയോമധുരം എന്ന് പറയുന്നത്. വയോമിത്രം എന്ന് പറയുന്നത് ഈ വയോജനങ്ങൾക്ക് ശാരീരികവും മാനസികവും സാമൂഹികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമമാണ് വയോമിത്രം പദ്ധതി. അപ്പോൾ ആ രണ്ടും മാറിപ്പോരുത് കേട്ടോ. പിന്നെ ലാഭപ്രഭ. ലാഭപ്രഭ പറഞ്ഞാൽ KCB ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഊർജ സംരക്ഷണ പദ്ധതിയാണ് ലാഭപ്രഭ. ഒരു ഫീഡറിനു കീഴിലെ വൈദ്യുതി ഉപയോഗം 10% കുറച്ചാൽ ആ പ്രദേശത്തെ ലോഡ് ഷെഡിങ്ങിൽ നിന്ന് ഒഴിവാക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ എത്ര ശതമാനമാണ് കുറയ്ക്കേണ്ടത്? 10% കേട്ടോ. അതേപോലെ KCB ആവിഷ്കരിച്ച ഊർജ സംരക്ഷണ പദ്ധതിയാണ് എന്ത്? ലാഭപ്രഭ. അത് എത്ര ശതമാനം കുറയ്ക്കണം? 10% കുറച്ചാൽ ആ പ്രദേശത്തെ ലോഡ് ഷെഡിങ്ങിൽ നിന്ന് അവർ ഒഴിവാക്കും. അടുത്തത് ലൈഫ്. ലൈഫ് എന്ന് പറഞ്ഞാൽ ലൈഫ് എന്താണ്? കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയാണ് ലൈഫ്. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയാണ് ലൈഫ്. അപ്പോൾ എല്ലാവർക്കും ഇല്ലായിരിക്കുകയാണ്, ഭൂമി ഇല്ലാത്തവർക്കും അതേപോലെ വീടില്ലാത്തവർക്കുമാണ് കൊടുക്കുന്നത് കേട്ടോ. എത്ര വർഷം കൊണ്ടാണ്? 5 വർഷം കൊണ്ട് കേട്ടോ. അടുത്തത് മാതൃയാനം. മാതൃ എന്ന് പറയുമ്പോൾ അമ്മ അല്ലേ, യാനം പറഞ്ഞ വണ്ടി. അപ്പം എന്തായിരിക്കും? പ്രസവത്തിന് ശേഷം മാതാവിനെയും കുഞ്ഞിനെയും വീട്ടിൽ എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് മാതൃയാനം. പ്രസവത്തിന് ശേഷം മാതാവിനെയും കുഞ്ഞിനെയും വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണ് മാതൃയാനം. അടുത്തത് പാഥേയം. പാഥേയം പറഞ്ഞാൽ എന്താ? ഒരു നേരം വിശപ്പടക്കാൻ വഴിയില്ലാത്ത അശരണർക്ക് വീട്ടിൽ പൊതിച്ചോറ് എത്തിക്കുന്ന പദ്ധതിയാണിത് കേട്ടോ. പാഥേയം എന്ന് പറഞ്ഞാൽ പൊതിച്ചോറ് എത്തിക്കുന്ന പദ്ധതിയാണ്. ഇത് കുടുംബശ്രീയുമായി സഹകരിച്ച് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പദ്ധതിയാണ് ഇത് നടപ്പിലാക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും ഇല്ല, ഇത് തിരുവനന്തപുരം ജില്ലയിലാണ് ഇത് നടപ്പിലാക്കുന്നത്. കൂടെ കുടുംബശ്രീയായിട്ട് മെർജ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അടുത്തത് ജലസമൃദ്ധ കേരളം. ജലസമൃദ്ധ കേരളം എന്ന് പറഞ്ഞാൽ ജനപങ്കാളിത്തത്തോടെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണം നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതി. ജനപങ്കാളിത്തത്തോടെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണം നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതിയാണ് ജലസമൃദ്ധ കേരളം. ജലസ്രോതസ്സുകളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി കേട്ടോ. ജലനിധിയാണെങ്കിലോ ഗ്രാമീണ ജനതയ്ക്ക് ജലം, ശുചിത്വം എന്നിവ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി. രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ്. ജലനിധി ഗ്രാമീണ ജനതയ്ക്ക് ജലവും അതേപോലെ അവർക്ക് ശുചിത്വവും ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ജലനിധി. മറ്റേത് ജലസമൃദ്ധം എന്ന് പറഞ്ഞാൽ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഒക്കെ ഒന്നും കൂടി പറഞ്ഞു നോക്കാം. ഓർമ്മയുണ്ട്? എല്ലാം കൂടെ മറന്നുപോയോ? അഭയ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയായിരുന്നു കേട്ടോ. സർക്കാർ ആശുപത്രികളിൽ രോഗികൾക്ക്, നിർധരരായ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് അഭയ. അമൃതമാരോഗ്യം എന്തായിരുന്നു? ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്നത്. അഭയ കിരണാണെങ്കിൽ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് 1000 രൂപ കൊടുക്കുന്നത്. ആർദ്രം സർക്കാർ നല്ല ചികിത്സാ സൗകര്യമുള്ള എന്നാൽ പൈസ കുറച്ചിട്ട് ഉള്ള ഒരു സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുന്ന പദ്ധതി. താലോലാണെങ്കിലോ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, നാഡീരോഗങ്ങൾ, സെറിബ്രൽ പാൾസി, ഓട്ടിസം, അസ്ഥിവൈകല്യങ്ങൾ, എൻഡോസൾഫാൻ രോഗബാധിതർക്ക് അതേപോലെ ഡയാലിസിസ്, ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സാ ചെലവ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് താലോലം അല്ലേ. പിന്നെ ശ്രുതി തരംഗം അറിയാലോ, എന്താണ്? കോക്ലിയർ ഇംപ്ലാന്റേഷൻ കൊടുക്കുന്നത്. ശുഭയാത്ര പറഞ്ഞാൽ ഭിന്നശേഷിക്കാർക്ക് വീൽ ചെയർ നൽകുന്നത്. വയോമധുരാണെങ്കിൽ
പ്രമേഹ രോഗികൾക്കത് വയോധികരായ BPL വിഭാഗത്തിലുള്ള പ്രമേഹ രോഗികൾക്ക്, മിഠായി ആണെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള പ്രമേഹ രോഗികളായ കുട്ടികൾക്ക്, മൃതസഞ്ജീവനി ആണെങ്കിൽ അവയവങ്ങൾ ദാനം ചെയ്യുന്നത്, നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് ആണെങ്കിൽ എന്തായിരുന്നു 1 ലക്ഷം രൂപ കൊടുക്കുന്നത് ആർക്കൊക്കെ, ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിവൈകല്യം തുടങ്ങിയ രോഗാവസ്ഥയിലുള്ളവർക്ക് കേട്ടോ. നിർഭയ പദ്ധതി ആണെങ്കിൽ എന്തായിരുന്നു, സ്ത്രീകൾക്കും കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. തൂവൽ സ്പർശവും അത് തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. മന്ദഹാസം പറഞ്ഞാൽ കൃത്രിമ പല്ല് കൊടുക്കുന്നതാണ്. ഗ്രീൻ ബെൽറ്റ് പറഞ്ഞാൽ കൊളസ്ട്രോൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പഴങ്ങളും പച്ചക്കറികളൊക്കെ ഇതാക്കുന്ന കുടുംബശ്രീ തയ്യാറാക്കുന്ന ഒരു ബൗളാണ് കേട്ടോ. കാരുണ്യ പറഞ്ഞാൽ ക്യാൻസർ, ഹൃദയരോഗം, വൃക്കരോഗം, ഹീമോഫീലിയ ഇവർക്കൊക്കെ അങ്ങനെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ചികിത്സ നൽകുന്ന പദ്ധതിയാണ്. വിമുക്തി പറഞ്ഞാൽ ലഹരി, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള. പിന്നെ വെർച്വൽ ലൂപ്പ് എന്തായിരുന്നു, ക്യാമറകൾ വെച്ചിട്ട് നിയമം ലംഘിക്കുന്നുണ്ടോ നോക്കുന്നത്. വയോമിത്ര ആണെങ്കിൽ വയോജനങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ളത് അല്ലേ. ലാഭപ്രഭ KSEB അതേപോലെ 10% കുറയ്ക്കേണ്ടത്. ലൈഫ് പറഞ്ഞാൽ എന്തായിരുന്നു ഓർമ്മ ഉണ്ടല്ലോ, പാർപ്പിട പദ്ധതിയാണ്. മാതൃയാനം പറഞ്ഞാൽ അമ്മേനെയും കുഞ്ഞിനെയും പ്രസവത്തിന് ശേഷം വീട്ടിലെത്തിക്കുന്ന പദ്ധതി. പാതേയം പറഞ്ഞാൽ തീരെ വഴിയില്ലാത്തവർക്ക് ഒരു നേരത്തെ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് പൊതിച്ചോറ് എത്തിക്കുന്ന പദ്ധതി. എല്ലാ സ്ഥലത്തും ഇല്ല, തിരുവനന്തപുരം ജില്ലയിലെ കുടുംബശ്രീയായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. ജലസമൃദ്ധ കേരള ആണെങ്കിലോ ജലസ്രോതസ്സുകളുടെ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ടത്. ജലനിധി ആണെങ്കിൽ ജലവും ശുചിത്വവും ഉറപ്പുവരുത്തുന്ന പദ്ധതി കേട്ടോ. പിന്നെ ഉള്ള ഗോത്രസാരഥി എന്താണ് നോക്കാം. ഗോത്രസാരഥി ആദിവാസി ഊരുകളിൽ നിന്ന് കുട്ടികളെ സ്കൂളിലെത്തിക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രസാരഥി. പിന്നെ കേരഗ്രാമം പദ്ധതി. കേരഗ്രാമം എന്ന് പറഞ്ഞാൽ എന്താ, സംയോജിത വിള പരിപാലന രീതികൾ വഴി തെങ്ങ് സംരക്ഷണം, നാളികേര അഭിവൃദ്ധി എന്നിവ സാധ്യമാക്കുന്നതിന് കൃഷി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് കേരഗ്രാമം. കേരം എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, തെങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തെങ്ങിൻ്റെ സംരക്ഷണം, അതേപോലെ നാളികേര അഭിവൃദ്ധി അതൊക്കെ സാധ്യമാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഓപ്പറേഷൻ സ്വീപ്പ്, പൊതുസ്ഥലങ്ങളിലും മറ്റും മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ സ്വീപ്പ്. ഓപ്പറേഷൻ കുബേരയാണെങ്കിലോ ബ്ലേഡ് പലിശക്കാരുടെ ചൂഷണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ കുബേര. ബ്ലേഡ് പലിശക്കാരുടെ ചൂഷണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ കുബേര. എസ്കോട്ട് പറഞ്ഞാൽ സംസ്ഥാനം ഊർജ്ജക്ഷമത കൈവരിക്കുന്നതിനും അതിലൂടെ ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുന്നതിനുമായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള പദ്ധതിയാണ് എസ്കോട്ട്. അത് ഊർജ്ജക്ഷമത കൈവരിക്കുന്നതിന് ഊർജത്തിൻ്റെ ഉപഭോഗം എന്താ ചെയ്യുക, കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള പദ്ധതിയാണ് എസ്കോട്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്